ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് പിന്നാലെ 2 പേർ മരിച്ചതിൽ അണുബാധ സ്ഥിരീകരിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർ. അണുബാധയ്ക്കൊപ്പം രക്തസമ്മർദ്ദം അപകടകരമായി താഴ്ന്നത് മരണകാരണമായെന്ന് ആരോഗ്യ ഡയറക്ടർക്ക് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. അശ്വിൻ പാലാഴി വിവരങ്ങൾ ചേരുന്നു. അശ്വിൻ, കുറെ അധികം പേർക്ക് അതിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു, 2 പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിലെ കണ്ടെത്തൽ അതിഗുരുതരമാണ് കേട്ടോ അശ്വിൻ. കാശ്മീർ കൃഷ്ണ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഈ 2 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിലായിരുന്നു അന്ന് കഴിഞ്ഞ ഡിസംബർ 29-ന് 26 പേരെത്തി ഡയാലിസിസ് ചെയ്തത്. അതിൽ 6 പേർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായ രീതിയിൽ കണ്ടെത്തിയത്. 3 പേരെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയരാക്കി. അതിൽ രാമചന്ദ്രൻ ഒപ്പം മജീദ് എന്നീ 2 പേരാണ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. അതിന് പിന്നാലെ കുടുംബം ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ അണുബാധ ഉണ്ടായത് ഡയാലിസിസിനിടെയാണ് എന്നുള്ളത്. അതിൽ ഞെട്ടിക്കുന്നവർ ആ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് നിലവിൽ DMO ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് നൽകിയിരിക്കുന്നത്. അണുബാധ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ അണുബാധ ഉണ്ടായത് എവിടെ നിന്നാണ്, അതിൻ്റെ ഉറവിടമാണ് ഇനി കണ്ടെത്തേണ്ടത്. നിലവിൽ ഇപ്പോൾ DMOയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ ഒരു റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെ ആരോഗ്യമന്ത്രി നേരിട്ട് നിശ്ചയിച്ചിരിക്കുന്ന വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധന കൂടി സമാന്തരമായി നടക്കുന്നുണ്ട്. അവരാണ് ഈ അണുബാധയുടെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകൾ നടത്തുന്നത്. ഇന്നലെ അവിടെ നിന്ന് RO വാട്ടർ പ്ലാന്റിലെ വെള്ളവും ഒപ്പം ഈ ഡയാലിസിസിന് നൽകുന്ന ഗുളികകളുമടക്കം വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്കാണ് ഈ ഡയാലിസിസ് സെൻ്ററിൽ നിന്ന് തന്നെയാണോ അണുബാധ ഉണ്ടായത് എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് അതീവ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം കേരളത്തിൽ തന്നെ ആദ്യമായ ഡയാലിസിസ് സൗകര്യം ഉണ്ടായ ഒരു താലൂക്ക് ആശുപത്രിയാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രി. രമേശ് ചെന്നിത്തലയാണ് അങ്ങനെ ഒരു സൗകര്യം അവിടേക്ക് കൊണ്ടുവന്നത്. ആ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ആകെ തന്നെ ഡയാലിസിസ് കേന്ദ്രങ്ങളെ സംശയത്തിന് നേരിലാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായി, 2 പേര് മരിച്ചു. അപ്പോൾ ഈ ആശുപത്രി ഉപകരണങ്ങളിൽ അവിടുത്തെ വെള്ളത്തിലൊന്നും അണുബാധ ഇല്ല എന്നൊക്കെയായിരുന്നു ആശുപത്രിയിൽ നിന്ന് കേട്ട വിവരം. അങ്ങനെയാണെങ്കിൽ അണുബാധ സ്ഥിരീകരിക്കുന്നെങ്കിൽ ഇത് എവിടുന്നെങ്കിലും ഉണ്ടായാലേ പറ്റുള്ളൂ. അണുബാധ ഉണ്ടാവണല്ലോ, അത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ് അശ്വിൻ? കാശ്മീർ, ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ നമ്മൾ ആശുപത്രി സൂപ്രണ്ടിൻ്റെ പ്രതികരണമാണ് സ്വാഭാവികം തേടുക. അവർ അതിനെ ആദ്യം ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെ ഒരു അണുബാധയോ ഒരു പ്രശ്നമോ ആശുപത്രിയുടെ ഭാഗത്തു നിന്നോ ഡയാലിസിസ് സെൻ്ററിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു ആശുപത്രി സൂപ്രണ്ടിൻ്റെ വിശദീകരണം. പക്ഷേ വിശദമായ പരിശോധന നടക്കുമ്പോൾ അണുബാധ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. അത് ആശുപത്രിയിൽ നിന്നാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടെത്തണം. നിലവിൽ രാമചന്ദ്രനും മജീദിനും അണുബാധ ഉണ്ടായി. 2 പേരും ഹരിപ്പാട് ആശുപത്രിയിലാണ് ഡയാലിസിസ് ചെയ്തത്. അതിൽ 2 പേർക്കും അമിതമായ രക്തസമ്മർദ്ദം അപകടകരമായ നിലയിൽ താഴ്ന്നതാണ് മരണകാരണം. അണുബാധയ്ക്കൊപ്പം അങ്ങനെ ഒരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. അതാണ് മരണകാരണം എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നേരിട്ട് നടത്തുന്ന പരിശോധന ഫലം കൂടി വരാനുണ്ട്. അതിന് ഒരാഴ്ച സമയമെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ആരോഗ്യമന്ത്രിക്ക് നേരിട്ടാണ് റിപ്പോർട്ട് കൈമാറുക. ഇനിയിപ്പോൾ ഈ കുടുംബത്തിൻ്റെ പരാതി അത് ഏത് നിലയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും വിദഗ്ധ അന്വേഷണം കൂടി പുരോഗമിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.